ഹായ് 2025 ജെയിൻ്റെ ജനുവരി സെഷനിലെ എക്സാമിൻ്റെ ഡേറ്റ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അപ്പം ഒരുപാട് കുട്ടികൾ പല കൺഫ്യൂഷനായിട്ടും സംശയമായിട്ടൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചില മിസ്കോൺസെപ്ഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ പല ആളുകൾക്കും പല ദിവസങ്ങളിലായിട്ട് പല ടൈം ഷിഫ്റ്റുകളിലായിട്ടാണല്ലോ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പല ആളുകൾക്കും ഉള്ളൊരു സംശയമാണ്, ഈ ആദ്യത്തെ ഷിഫ്റ്റിൽ നിന്ന് പിന്നീട് ലേറ്റർ ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി കൂടി വരില്ലേ? രണ്ടാമത് ചില ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ 22-ാം തീയതി എഴുതുന്ന ആളുകൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജും 29 എഴുതുന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജും ഇല്ലേ? കാരണം 22-ാം തീയതി എഴുതുന്ന ആളുകൾ ആദ്യമായിട്ടാണ് ആ പുതിയ പാറ്റേൺ പേപ്പർ കാണാൻ പോകുന്നത്. പക്ഷേ 29-ാം തീയതി എഴുതുമ്പോഴേക്കും ഒരാഴ്ച എക്സാം പിന്നിട്ടുണ്ടാവും, ഒരുപാട് എക്സാം ഷിഫ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അത് നോക്കി ഫെമിലറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ? ആൻഡ് അതേപോലെ തന്നെ ചില ആളുകൾക്കുള്ളൊരു സംശയമാണ്, ആദ്യത്തെ ഷിഫ്റ്റിലൊക്കെ നിറയെ കുട്ടികളുണ്ടാവില്ലേ, കോമ്പറ്റീഷൻ കൂടുതലുണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ NTA നമ്മുടെ റിസൾട്ടായിട്ട് പുറത്തുവിടുന്നത് നമ്മുടെ പെർസെൻറ്റൈൽ സ്കോറാണ്. ആൻഡ് പെർസെൻറ്റൈൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്തിൻ യുവർ ടൈം ഷിഫ്റ്റാണ്. നിങ്ങളുടെ ഷിഫ്റ്റിലുള്ള കുട്ടികളുമായിട്ടാണ് നിങ്ങളുടെ പെർസെൻറ്റൈൽ സ്കോറിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ നോർമലൈസേഷൻ നടക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യ ഷിഫ്റ്റ് കിട്ടിയാലും അവസാനത്തെ ഷിഫ്റ്റ് കിട്ടിയാലും അതിൽ വ്യത്യാസമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം യു ആർ കോമ്പീറ്റിംഗ് അമംഗ് പീപ്പിൾ ഹു ആർ റൈറ്റിംഗ് ദ സെയിം ഷിഫ്റ്റ് ആസ് യുവേഴ്സ്. അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഷിഫ്റ്റിൽ നിന്ന് അവസാനത്തെ ഷിഫ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം പ്രിപ്പറേഷൻ കിട്ടൂലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ടൈം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരാഴ്ച എക്സ്ട്രാ ആ പരീക്ഷയിൽ നിന്ന് എല്ലാ ആളുകൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ആ സമയം നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഇരിക്കുകയാണ്, കളിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജ് വരാൻ സാധ്യതയുണ്ട്. അതല്ല, നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ കട്ടയ്ക്ക് നിന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാവരും കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യ ഷിഫ്റ്റുകളിലൊക്കെ കൂടുതൽ ആളുകളെ കുത്തി നിറക്കില്ലേ? കഴിഞ്ഞ കൊല്ലം അങ്ങനത്തെ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് കുട്ടികളെ അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന പോലത്തെ റീസൺസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, വറി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസിയാണ്, എക്സാം ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്, എക്സാം നേരത്തെ ആണെങ്കിൽ എല്ലാവർക്കും നേരത്തെയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ആ ഷിഫ്റ്റിലുള്ള കുട്ടികളെ കുറിച്ച് മാത്രം, നമ്മുടെ സ്വന്തം ഷിഫ്റ്റിലുള്ള ആളുകളെ കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. അത് മാത്രമേ നമ്മളെ മാറ്റർ ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആൻഡ് സ്വാഭാവികമായിട്ടും എല്ലാ ഷിഫ്റ്റുകളിലെയും ഡിഫിക്കൽട്ടിയിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 99% അല്ലെങ്കിൽ 97% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് സ്കോറിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ അഗൈൻ നമ്മളത് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നല്ല ടഫ് പേപ്പർ വന്നാൽ ചിലപ്പോൾ ഒരു 160, 170 റേഞ്ചിലൊക്കെ 99 കിട്ടാം. ഭയങ്കര ഈസി പേപ്പർ വന്നാൽ ചിലപ്പോൾ അത് 200+, 230, 240 വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എന്തല്ല, നമ്മുടെ കൺട്രോളിലല്ല. കാരണം നമുക്ക് ഓൾറെഡി അടിച്ച് കിട്ടി ഇന്ന ദിവസമാണെന്നുള്ളത്. അത് നമ്മുടെ കൺട്രോളിലല്ല. അപ്പം നമ്മുടെ കൺട്രോളിലില്ലാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധർ ചെയ്ത് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിൽ കഴമ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ അനാവശ്യമായി ഭയപ്പെടുന്ന ഒരു കാര്യവും അതിലില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ ദിവസവും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും കുട്ടികളെ ഇതാക്കുന്നുണ്ടാവുക. ഡിഫിക്കൽട്ടിയിൽ അല്ലെങ്കിൽ അതിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കോമ്പീറ്റിംഗ് വിത്ത് പീപ്പിൾ ഇൻ ദ സെയിം ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിലെ വേരിയേഷൻ നമ്മളെ ആക്ച്വലി ബാധിക്കുന്നില്ല. നമ്മളെ ബാധിക്കുക എപ്പോഴാണെന്നറിയോ? നമുക്ക് കൂടുതൽ സമയം കിട്ടി, ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ബാധിക്കും. കാരണം നമ്മളെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരെന്ത് ചെയ്യും, പഠിച്ച് മുന്നേറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അബദ്ധം മാത്രം നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ ആളുകൾക്കും, അത് 22-ാം തീയതി ആവട്ടെ 29-ാം തീയതി ആവട്ടെ, എല്ലാ ആളുകൾക്കും ഏറ്റവും നല്ല വിഷസ് ഞാൻ ആശംസിക്കുന്നു. നമ്മൾ അവസാനം വരെ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇനിയുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലുണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.